Everyone, this is CMA Afsal Alungal here. Before starting the video, please hit the like button. And if you are new to my channel, please subscribe the channel for more CMA related updates. നമുക്കറിയാം ജൂൺ 2025 CMA എക്സാമിന് ഇൻ്റർമീഡിയറ്റ് ആയാലും ഫൈനൽ ആയാലും ഇനി ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. മെയ് മാസം തുടങ്ങി ജൂൺ 10 വരെയാണ് നമ്മുടെ ടൈം ഉള്ളത്. എക്സാക്ട്ലി ഒരു അറൗണ്ട് 40 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സർ ഒരു ആവറേജ് പഠനമേ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ എന്തൊക്കെ പഠിക്കണം? കാരണം നമ്മുടെ സിലബസിൽ ഓരോ സബ്ജക്റ്റും നമുക്കറിയാം അത്രത്തോളം വോള്യം പഠിക്കാനുണ്ട്. 100% പഠിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞാൽ പോസിബിളായ കാര്യമല്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കണം, അതേപോലെ എങ്ങനെയാണ് ഈ ഒരു മാസം ഷെഡ്യൂൾ ചെയ്യുക, ഒരു മാസം കൊണ്ട് ഇനി പഠിച്ചാൽ എത്തുമോ? ഞാനൊരു 50%, 60%ഒക്കെ ഇതുവരെ നോക്കിയിട്ടുള്ളൂ, ഇനിയിപ്പോൾ ഒരു മാസമല്ലേ ഉള്ളൂ, പഠിച്ചാൽ എത്തുമോ? അതേപോലെ 1 മന്ത് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഷെഡ്യൂൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അതേ ഈ ഒരു കാര്യം പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഇതുവരെ ഏപ്രിൽ വരെ ജനുവരി തൊട്ടൊക്കെ പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ കുറേ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ലാസ്റ്റ് 1 മന്ത് റിവിഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, എഫക്റ്റീവായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഇതുവരെ പഠിച്ചതുപോലും നമുക്ക് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ലാസ്റ്റ് ടൈം റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സക്സസ് ഇൻ എക്സാം. ഇതാണ് ഈ ഒരു സമയത്ത്, അതായത് മോട്ടിവേഷൻ കൂടേണ്ട സമയമാണിത്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കൂടേണ്ട സമയമാണിത്, നമ്മൾ ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട സമയമാണിത്. അല്ലാതെ ഈ ലാസ്റ്റ് ടൈം ടെൻഷൻ അടിച്ചിട്ട് ചില കുട്ടികൾക്ക് ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി പഠിക്കുക, ഒന്നും പഠിച്ചെത്തിയിട്ടില്ലല്ലോ, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ എന്നെക്കൊണ്ട് ഇത് കഴിയില്ലല്ലോ, അടുത്ത അറ്റംപ്റ്റിൽ നോക്കാം എന്ന് വിചാരിക്കേണ്ട സമയമല്ല ഇത്. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിന് എന്തൊക്കെ സോഴ്സുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? ഒന്ന്, എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് പ്രൈമറിലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അത് കവർ ചെയ്തിട്ടേ വേറൊരു സോഴ്സിലേക്കും നിങ്ങൾ പോകാൻ പാടുള്ളൂ. സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഒരു തവണയെങ്കിലും, മിനിമമാണ് പറയുന്നത്, 2 തവണ കവർ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. കൺസെപ്ച്വലി ഞാനത് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ് DT, IDT, ലോ പോലുള്ള പേപ്പറുകൾ, അത് ഇൻ്റർ ആയാലും ഫൈനൽ ആയാലും. ജനുവരി 2025 എഡിഷൻ ലേറ്റസ്റ്റ് ബുക്കുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ജൂൺ അറ്റംപ്റ്റിലേക്ക് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എഡിഷൻ പഴയതാണെങ്കിൽ പുതിയത് ഡൗൺലോഡ് ചെയ്യുക, മാറ്റമുള്ളത് മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നിർബന്ധമായിട്ടും കവർ ചെയ്യണം. 2, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മിനിമം ഒരു 8 അറ്റംപ്റ്റ് എങ്കിലും, അതായത് 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും. അപ്പോൾ സിലബസ് 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും സിലബസ് 2016 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കണം. അത് DT, IDT, ലോ പേപ്പറുകൾക്കാണ് നോക്കാൻ പറ്റാതിരിക്കുക, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം MCQ ബുക്ക്ലെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ MCQ ബുക്ക്ലെറ്റും നിങ്ങൾ കവർ ചെയ്യണം. എല്ലാ സബ്ജക്റ്റിനും MCQയുടെ ബിറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യണം. ഇതിന് റിപ്പീറ്റേഷൻ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, സിലബസ് 2022 വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ബുക്ക് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ സൈറ്റിൽ 2016 സിലബസിൻ്റെ വർക്ക് ബുക്കായിരുന്നു. പക്ഷെ സിലബസ് മാറിയതിന് ശേഷം ജൂൺ 2025 അറ്റംപ്റ്റിലേക്ക്, കഴിഞ്ഞ ഡിസംബർ 2024 അറ്റംപ്റ്റിന് പോലും വർക്ക് ബുക്കുകൾ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റിൽ IDT, കോസ്റ്റിംഗ്, OM, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇത്രയും പേപ്പറുകൾ ഇത് ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഫൈനലിൻ്റെത് SFM, SCM, കോസ്റ്റ് ഓഡിറ്റ്, CFR, DT, ഇത്രയും പേപ്പറുകളും വർക്ക് ബുക്ക് അപ്ഡേറ്റഡ് ആണ്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പേപ്പറുകൾ സൂൺ വി ക്യാൻ എക്സ്പെക്ട്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത പേപ്പറുകൾ നമുക്ക് കവർ ചെയ്യാമല്ലോ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിൽ നിന്ന്, വർക്ക് ബുക്കിൽ നിന്ന് ഒരു സബ്ജക്റ്റിന് മിനിമം 10 to 15 മാർക്കിന് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്.
അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസിൽ ഈ ഒരു മാസം നിങ്ങളുടെ റിവിഷനിൽ വർക്ക് ബുക്ക് കൂടി എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യേണ്ടത് എൻറ്റയർ ടോപ്പിക്കുകൾ പഠിച്ച് നിൽക്കല്ലാതെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ, അതിനാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി പ്രിപ്പയർ ചെയ്ത് ഇൻ്ററിൻ്റെ 8 പേപ്പറുകളും ഫൈനലിൻ്റെ 8 പേപ്പറുകളും ഓൾറെഡി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ PDF അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഏതാണ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് ഈ ജൂൺ ടേമിലേക്ക് പഠിക്കേണ്ടത് എന്നതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ സ്മാർട്ട് സ്റ്റഡി ബേസ് ചെയ്തിട്ട് ഈ 1 മന്ത് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിന് കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ക്ലാസ്സുകളും ഇൻ്ററിൻ്റെ 8 പേപ്പറും ഫൈനലിൻ്റെ 8 പേപ്പറും ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയകളാണ് നമ്മൾ കവർ ചെയ്യുക. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ലാസ്റ്റ് ടൈം റിവിഷൻ പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാനും ഈ ഒരു 1 മന്ത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടും. അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ആകുക, എങ്ങനെയാണത് ആ ഒരു ക്ലാസ്സിൻ്റെ രീതി എന്ന് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. അത് ഇൻ്റർമീഡിയറ്റിൻ്റെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്, ഫൈനലിൻ്റെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഫാസ്റ്റ് ട്രാക്കിൽ ജോയിൻ ചെയ്താൽ ക്വസ്റ്റ്യൻ ബാങ്കുകളും MCQ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ സ്മാർട്ട് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ഫോക്കസ്ഡ് ഏരിയ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് കൂടുതൽ എഫക്റ്റീവ് ആവുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വർക്ക് ബുക്ക് വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. കമൻറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് ബുക്കും അവൈലബിൾ ആവും. അതേപോലെ ഈ പറഞ്ഞ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് ഈ 1 മന്ത് ഒരു പേപ്പറിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് എക്സാം വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും എന്നുറപ്പിക്കുക. ലാസ്റ്റ് ടൈം റിവിഷൻ നമ്മൾ തകർക്കും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.